ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഈ കള്ളക്കുട്ടന് ഈ വീടിന്റെ മുറ്റത്തൂടെ എന്നെ ഒത്തിരി ഓടിച്ച് കളിപ്പിച്ചതാ. പിടിക്കാൻ അമ്മയ്ക്ക് പിടി തരാതെ മുറ്റം വഴി എന്നെ വട്ടത്തിൽ ഓടിച്ചു. ജീവിതത്തിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അവന് മുന്നേ പോവാ. അതിനാരും സങ്കടപ്പെടണ്ട. അതെന്റെ കർത്താവിന്റെ ഇഷ്ട. അവനറിഞ്ഞിട്ടല്ലാതെ തലയിൽ നിന്ന് ഒരു തലമുടി നാര് പൊഴിയത്തില്ല എന്നാ വചനം പറയുന്നത്. എങ്കിൽ ഈ പ്രിയ പൈതല് ഇന്നിവിടെ 25ാമത്തെ വയസ്സിൽ മാറ്റപ്പെടുന്നുണ്ടെങ്കിൽ അതെന്റെ ദൈവത്തിന്റെ പദ്ധതിയാ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. എന്റെ ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല. അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, അവൻ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അവനെ ദൈവം കണ്ടിരുന്നു. എന്റെ ഉദരത്തിൽ ഇരുന്നപ്പോഴും കണ്ടു. അവൻ 25 വയസ്സ് അവന് ദൈവം നിശ്ചയിച്ച പ്രായവാ. അതൊരു അല്ലാത്ത മരണമല്ല. നമ്മൾ പറയും അബദ്ധം പറ്റിയതോ എന്തൊക്കെയാന്ന്. ഒന്നുമല്ല. കർത്താവ് അവന് വേണ്ടി നിശ്ചയിച്ചിരുന്ന ദിവസം അവൻ പോയേ പറ്റത്തുള്ളൂ. എന്റെ കർത്താവാണ് എനിക്ക് അവനെ തന്നത്. അപ്പൊ എനിക്ക് തിരിച്ചു ചോദിച്ചാൽ അവനെ സന്തോഷത്തോടെ തിരിച്ചു കൊടുക്കണമെന്നുള്ളത് എന്നെ ഉത്തരവാദിത്തമാ. എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. ഈ അഖിലാണ്ടത്തെ നിർമ്മിച്ച് പരിപാലിച്ച് ഈ സ്നേഹങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ നമുക്ക് തരുന്ന കർത്താവാ ഈ മോനെ എനിക്ക് തന്നത്. അവൻ എന്നെക്കാളെ ഞാൻ അവനെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ കിടക്കയിൽ ഒരു പക്ഷേ ഞാൻ കിടക്കാതിരുന്നത്. ഞാനിവിടെ കിടന്നിരുന്നെങ്കിൽ എന്റെ പ്രിയ പൈതലിനെ സഹിക്കാൻ പറ്റത്തില്ല. അത് ദൈവം അറിയുന്നു. അതുകൊണ്ട് അവൻ മുന്നേ പോകുന്നേ ഉള്ളൂ. അവൻ പർദീസയുടെ അനുഭവത്തിലേക്കാ പോകുന്നത്. സ്വർഗീയ മാലാഹന്മാരായിട്ട്, സ്വർഗീയ മാലാഹന്മാരുടെ കൂട്ടത്തിൽ വാനദൂത സംഘത്തോടൊന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ക്രിസ്തീയ പൂർണ്ണതയിലേക്കാ പോകുന്നത്. അവൻ വെള്ള നിലയെങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോല പിടിച്ച് മാലാഹന്മാരോടൊന്നിച്ച് നിൽക്കുക. അവനവിടെ നമ്മൾ ആരും കരയണ്ട. അവൻ ഒരിക്കലേ ഉള്ളൂ മരണം, അവൻ ഒരിക്കലേ ഉള്ളൂ യാത്രയയപ്പ്. അത് വിലാപയാത്രയല്ല, അത് വേണ്ട. നിങ്ങൾ ആരും കരയണ്ട. അവനെ സന്തോഷത്തോടെ വിടണം. ഞാൻ കുക്കുവിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും വളരെ സന്തോഷത്തോടെ ജീവിച്ച കുഞ്ഞാ. ഇവന് വിനുവിനേക്കാൾ, ക്രിസ്റ്റിനെക്കാട്ടിലും അപ്പുവിനെക്കാട്ടിലും കുഞ്ഞായിരുന്നു മനസ്സുകൊണ്ട്. എല്ലാവർക്കും അറിയാം. എപ്പോഴും ചിരിയും കളിയും തമാശയും. എത്ര വഴക്ക് പറഞ്ഞാലും അവനൊന്നും എടുക്കത്തില്ല. അങ്ങനെയുള്ള കുഞ്ഞ് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അമ്മേ, അതിന് മുമ്പ് തന്നെ പറഞ്ഞു, എന്നെക്കുറിച്ച് സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. ഞാൻ പറഞ്ഞു, ഉണ്ട് മോനെ, നിന്നെപ്പറ്റി ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. അത് സത്യമാ. അവൻ എപ്പോഴും പാടിക്കൊണ്ട് നടന്ന ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, ഇംഗ്ലീഷിലൊരു പാട്ട്. അത് ഡോണ്ട് വറി ചൈൽഡ്, ഡോണ്ട് വറി ചൈൽഡ്, ഹെവൻ ഹാവ് എ പ്ലാൻ ഫോർ യു. ഇത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ നോക്കിയപ്പം DJ പോലെ ഇങ്ങനെ കൈവച്ച് കറക്കി കറക്കി ഇവൻ പാട്ട് പാടുക. ഈ പാട്ട് പാടുന്നതിനൊപ്പം ചോദിച്ചു, എന്തോ പാട്ടാടായത്? അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മ ഇതിന്റെ വേർഡ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അന്നേരം എനിക്ക് മനസ്സിലായത്, ഇത് ദൈവത്തിന് എന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. അന്ന് അവൻ പറഞ്ഞത്, ഡോണ്ട് വറി ചൈൽഡ്, ഡോണ്ട് വറി ചൈൽഡ്. ഈ മോനെ ദൈവമാ തന്നത്, ദൈവമാ എടുത്തത്. അവന്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ ഇതത്തിനെതിരായിട്ട് ചിന്തിക്കാനോ പറയുവാനോ നമുക്ക് സൃഷ്ടിക്കൊന്നും അവകാശമില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ സ്വർഗസ്ഥനായ എന്ന പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാൻ നമ്മൾ ആരും അതിന് സമ്മതിക്കില്ല. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെങ്കിൽ അത് ഹൃദയംഗമായിട്ട് പറയണം. നമ്മൾ മനുഷ്യരുടെ മുമ്പിലോ മറ്റുള്ളവരുടെ മുമ്പിലോ ഒന്നുമല്ല പറയുന്നത്, ദൈവത്തിന്റെ മുമ്പിലാ. അതുപോലെ തന്നെ കഴിഞ്ഞ ഈ നവംബർ 27-ാം തീയതി സന്ധ്യയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, 7 വിളക്കിൻ ആ പാട്ട് ഒന്ന് പാടാന്. എൻ്റെ കൂടെ വന്നിരുന്നു, മൊബൈൽ ഓൺ ആക്കി ഇരുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ പാട്ട് പാടി. ആ പാട്ട് മുഴുവൻ പാടി കഴിഞ്ഞപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിന്റെ സാഹചര്യം എന്താന്നൂടെ അമ്മ എനിക്കൊന്ന് പറഞ്ഞതാ. അതും ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എൻ്റെ വാട്സപ്പിലേക്ക് അവൻ മെസ്സേജ് ചെയ്തു. അതിന് കൂടാതെ നമ്മുടെ നോക്കുട്ടൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ച ചെന്നിട്ട് അവന്റെ വീട് അടുക്കിപ്പെറുക്കിയ കൂട്ടത്തില് യേശുവിന്റെ ഒരു പടം എടുത്തവനെ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് വരെ എന്നും രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കണ്ണാടിയിൽ എൻ്റെ മുഖമാണ് കാണുന്നത്, അതെനിക്ക് വേണ്ട. ഞാൻ നാളെ തൊട്ട് എൻ്റെ യേശുവിൻ്റെ മുഖം കണ്ടോളാം. അതുകൊണ്ട് ഞാൻ ഈ പടം കൊണ്ടുപോവാ, ഈ ചിത്രം ഞാൻ കൊണ്ടുപോവാന്നും പറഞ്ഞ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്.
അപ്പം ഇങ്ങനെ ദൈവം അവനെ വിളിച്ചിട്ടാവും പോയത്. ഇത് അവിചാരിതമായിട്ട് സംഭവിച്ചതല്ല. നമ്മുടെ ലോകം കാണുന്ന പെടുമരണങ്ങളുടെ കൂട്ടത്തിലല്ല. ഇതെന്റെ കർത്താവാണ് തീരുമാനിച്ചത്. എനിക്ക് ദൈവം തന്ന കുഞ്ഞിനെ ഇന്ന ദിവസം എടുത്തോണ്ട് പോകുന്ന അവന്റെ തീരുമാനമാണ്. അതിനെതിരായിട്ട് പറയാൻ ഭൂമിയിൽ ആർക്കാ പറ്റുന്നേ? എനിക്ക് പറ്റുമോ? അവന്റെ അച്ഛയ്ക്ക് പറ്റുമോ? ഇവർക്ക് അനിയന്മാർക്ക് പറ്റുമോ? നമുക്കാർക്കും കഴിയത്തില്ല. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെ അവസ്ഥ. നാളെ നമ്മളെല്ലാവരും ഇവിടെ കിടക്കും. നമ്മുടെ ജീവിതത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, സ്നേഹിക്കാൻ കിട്ടുന്ന സമയം അങ്ങേയറ്റം സ്നേഹിക്കുക, നിർവ്യാജമായിട്ട് സ്നേഹിക്കുക. ലോകം കാണുന്ന പ്രേമബന്ധങ്ങളൊന്നുമല്ല നിർവ്യാജ സ്നേഹം എന്ന് പറയുന്നത്. അത് ദൈവിക സ്നേഹമാണ്. അതിനകത്ത് കപടതയില്ല. അത് ഞങ്ങളെ പഠിപ്പിച്ചത് ഈ മോന. ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളെ അറിയാം, കൊച്ചച്ഛനെ അറിയാം, വലിയച്ഛനറിയാം, കൊച്ചപ്പച്ചനറിയാം, എല്ലാവർക്കും അളിയനെ ഇട്ട് കളിപ്പിക്കും. അങ്ങനെ കുഞ്ഞമ്മച്ചിയെ എന്ന് പറഞ്ഞാൽ അമ്മച്ചിയെ വെച്ച് ഡാൻസ് കളിപ്പിക്കും. എല്ലാവരുമായിട്ട് നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഓർമ്മയിൽ അവൻ്റെ ചിരിക്കുന്ന ഒരു മുഖം ഉണ്ടാവും, ഇല്ലാതിരിക്കത്തില്ല. എനിക്ക് ഉറപ്പാ. ഈ കുഞ്ഞിനെ നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കണം. നമ്മുടെ കർത്താവ് രണ്ടാമത് വരുമ്പോൾ അവൻ അവിടെ കാണും. അന്നേരം നമ്മളെല്ലാവരും അവിടെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത്. സ്വർഗീയ യെരൂശലേമിലെ വചനം വായിച്ചപ്പോൾ ഇന്ന് വെളുപ്പിനെ 3 മണി 2:45 വചനം എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കും. അപ്പോൾ ഞാൻ വായിച്ചവൻ പറഞ്ഞു, പഴയ ആകാശവും പഴയ ഭൂമിയും കഴിഞ്ഞു പോയി. ഇത് പുതിയ ആകാശവും പുതിയ ഭൂമിയാ. പുതിയ ജെറുസലേമിലെ വരവേൽക്കാനാണ് നിന്റെ കുഞ്ഞ് പോകുന്നത്. അവിടെ പുതിയ മേലങ്കി ധരിച്ച് അവൻ കയ്യിൽ കുരുത്തോലയും പിടിച്ച് അവിടെ സന്തോഷിക്കുക, സ്തോത്രഗീതം പാടുക. പാടിയില്ലേ യേശുരാജൻ നാട്ടിൽ? അത് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തന്ന പാട്ടാ. അത് അവനിലൂടെ പോട്ടെ. അവൻ എന്നെ ഓടിത്തോപ്പിച്ച പോലെ ഇവിടെയും പൊയ്ക്കോട്ടെ. നമുക്ക് സന്തോഷത്തോടെ അവനെ പറഞ്ഞു വിടാം. ഇത് ലോകബന്ധങ്ങളൊന്നും ഇവിടെ തീരത്തില്ല. മോന്റെ ശരീരം മാത്രമേ എന്നിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അവന്റെ മനസ്സോ അവന്റെ ആത്മാവോ അവന്റെ ചിന്തകളോ അവന്റെ സന്തോഷങ്ങളോ ഒന്നും എന്നിൽ നിന്ന് എടുത്തോണ്ട് പോകാൻ ആർക്കും കഴിയത്തില്ല. അതിന്റെ ക്രെഡിറ്റ് സാത്താൻ എടുക്കണ്ട. സാത്താൻ തോൽപ്പിക്കാൻ നോക്കിയാലേ യേശു തോക്കത്തില്ല. യേശു വലിയവനാ. അവൻ ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ ജീവിക്കുന്ന കർത്താവാ. ആ ദൈവത്തെ ഏക സത്യ ദൈവമായ സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനുള്ള കൃപ നമുക്ക് വേണം. നമുക്കത് ചെയ്യാം. വിനുമോന് വേണ്ടിയിട്ട് ഈ പാട്ട് പാടി അവനെ സന്തോഷത്തോടെ പറഞ്ഞു വിടണം. നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് നമ്മൾ റാസ പോകത്തില്ല, ഇതുപോലെ സന്തോഷത്തോടെ ഹല്ലേലൂയ ഈ സ്തുതിയും പാടി വേണം വിടാന്. കരഞ്ഞുകൊണ്ടല്ല ഈ ഭൂമിയിൽ നിന്ന് അവനെ വിടേണ്ടത്. അവന് ഇഷ്ടപ്പെടത്തില്ല. അവൻ അത്ര രസികനായ സന്തോഷപ്രദനായ മകനായിരുന്നു. എനിക്ക് എൻ്റെ ജീവനേക്കാളും വലുതാണ് എൻ്റെ ക്രിസ്തു. ദൈവം എനിക്ക് മോനെ തന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാട്ടി വലുതാണ് എനിക്ക് എൻ്റെ കർത്താവ്. അവന്റെ നാമം മഹത്വപ്പെടട്ടെ. എൻ പ്രേമഗീതമാ എന്നേശുനാഥ നീ, എൻ പ്രേമഗീതമാ എന്നേശുനാഥ നീ, എൻ ജീവനേ
ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന.